വാപ്പാടെ നാട്ടിലെത്തിയിട്ട് ആദ്യത്തെ പ്രഭാതമാണ്. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല ചെറിയ മൂടൽമഞ്ഞൊക്കെ ഉണ്ട്. ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കുറച്ച് ആൾക്കാർ നിന്നിട്ട് എന്തൊക്കെയോ നെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മളൊക്കെ ഉടുക്കുന്ന കൈലിമുണ്ടില്ലേ, ലുങ്കി, അതുണ്ടാക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. പിന്നെ റോഡിലൂടെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടത്തുന്നവര്, വെള്ളം എടുക്കാൻ പോയിട്ട് വരുന്നവര്, ഇങ്ങനെയുള്ള കുറെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ തിട്ടയിലിരുന്ന് ചായയൊക്കെ കുടിച്ചിരിക്കാൻ പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു. കുറച്ചുകൂടെ അടുത്തോട്ട് പോയിട്ട് ആ ഒരു ലുങ്കി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ നോക്കി നിന്നു. ഇവിടെ അടുത്തൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ബീഡിയൊക്കെ തെറുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഈ പ്രാവശ്യം പോയപ്പോഴാണ് നമുക്ക് ഈ മുണ്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണാൻ കഴിഞ്ഞത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂളിന്റെ ടൈമായി. ഇങ്ങനെ കുട്ടികളൊക്കെ പോകുന്നൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പിന്നെ മാമിയുടെ മോനുമായിട്ട് ജസ്റ്റ് പുറത്തോട്ട് പോയി ഒരു ചായയൊക്കെ കുടിച്ചു. ഇവിടുത്തെ ചായ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വൈകിട്ട് ബിരിയാണിയൊക്കെ വെക്കുന്ന പരിപാടി ഉള്ളതുകൊണ്ട് നേരെ ഇറച്ചി വാങ്ങാൻ പോയി. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും വേറൊരു മാമിയുടെ മോൻ അവന്റെ കുതിരയായിട്ട് വന്നു കേട്ടോ. ഇത് പന്തയത്തിനൊക്കെ കൊണ്ടുവന്ന കുതിരയാണ്. കുട്ടികളൊക്കെ കയറ്റിയിരുത്തിയിട്ട് അവൻ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൗണ്ട്സ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ബിരിയാണി വെക്കുന്ന പരിപാടിയിലോട്ട് കടന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ വെച്ച് ആ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി.